അപ്പോൾ ഗൈസ് നമസ്കാരം, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് വണ്ടി എടുത്തപ്പോഴേ ഇന്നലെ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ പുടുത്തം മഴ. ഏകദേശം 4 മണിക്ക് തുടങ്ങിയിട്ട് മഴ തീരുന്നത് 7:45 8 മണിക്കാണ്. ഭയങ്കര മഴ. ആ ഗ്രൗണ്ട് പ്ലാസ നിൽക്കണ അവിടെ വലിയൊരു കുഴി ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ചാടിപ്പടഞ്ഞ് രക്ഷപ്പെട്ട് പോന്നു കേട്ടോ. അവിടെ എൻ്റെ ഓഫായി. അപ്പോൾ ഞാൻ ആകെ പേടിച്ചു, വെള്ളം കയറി ഓഫായതാണെന്ന് വെച്ചു. പക്ഷെ അങ്ങനെയല്ല, ക്ലച്ച് കുത്തി ഓഫായതാണ്. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് ഒരൊറ്റ വിടലാണ്ട് വിട്ടു. അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ ഏകദേശം അവിടുന്ന് ഇങ്ങോട്ട് എത്താൻ 1 മണിക്കൂർ എടുത്തു. മരടൊന്നുമില്ല, കുറേ ഇങ്ങോട്ടെത്തി. ഇടപ്പള്ളി ജംഗ്ഷനിൽ ഒരുപാട് ഭയങ്കര ബ്ലോക്കാണ്, പിടുത്തം വിട്ട ബ്ലോക്ക്. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ 6:15 വണ്ടി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്താട്ടെ ഞാൻ. ഇപ്പോൾ സമയം 7:15 കഴിഞ്ഞു. വണ്ടി താന്നിട്ടേ, ഫ്രണ്ട് വീലിൽ താന്നിട്ട് അങ്ങോട്ട് ചുറ്റിയിട്ട് ആരുമില്ല, തള്ളാനൊന്നുമില്ല. ലാസ്റ്റ് ഒരു മീൻകാരൻ പോയിരുന്നു. മീൻകാരനോടൊന്ന് സഹായിക്കുമെന്ന് വെച്ച് മൂപ്പര് പിന്നെ തള്ളി തന്നു. തള്ളാൻ പിന്നെ എല്ലാവരും ഉഷാറാണല്ലോ. എന്തായാലും ഒരുപാട് നന്ദി ഉണ്ടാവും മനസ്സിന് കേട്ടോ. കാരണം ഞാൻ കുടുങ്ങി, ആരുമില്ല അവിടെ ആ പരിസരത്ത്. വണ്ടി നിർത്തുന്നതോ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഐശ്വര്യമായിട്ട് ആപ്പ് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ പരിപാടികൾ നോക്കാം. അപ്പോൾ ഇത് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ അല്ല, ഞാൻ ഓടാൻ തുടങ്ങിയ മൊത്തം വാലറ്റിൽ പൈസ എത്ര കൊടുക്കാണ്ടെന്ന് അറിയോ? 841 രൂപ കൊടുക്കാണ്ട്. എൻ്റെ ആ പേയ്മെൻറ്റ് എന്താണെന്നറിയില്ല. ഞാൻ ഇവിടെ മേക്ക് പേയ്മെൻറ്റ് പറഞ്ഞിട്ടാണ് കൊടുക്കൽ. പക്ഷെ കൊടുത്തിട്ട് അത് റിസീവ് ചെയ്യണില്ല. ഞാൻ ഇന്നലെ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചതുമില്ല. ഇനിയിപ്പോൾ ഇതിൽ കാണിക്കുന്നത് എന്താ പറയുക, എന്താണ്, യു ലോസ് ആക്സസ് ടു ക്യാഷ് ട്രിപ്പ് അറ്റ് 1:12 PM ടുമാറോ. നാളെ പിന്നെ ഉച്ചയുടെ മുമ്പ് ഈ സംഭവം അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് ട്രിപ്പ് നമുക്ക് എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ എല്ലാ പരിപാടികളും ഇന്ന് നോക്കണം. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി അത് സെറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നാളെ പണി പാടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടുന്ന് കുറച്ച് മാറി നിൽക്കാം, എന്നിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ സമയം 8:15 ഇതുവരെ ട്രിപ്പുകളൊന്നും അടച്ചിട്ടില്ല. നമ്മൾ ഏകദേശം 7:30 മണിക്കല്ലേ, 7:15 1 മണിക്കൂറായി ഓൺലൈനിലാക്കിയിട്ട്. 1-2 മാച്ച് ഇങ്ങനെ വന്നു കേട്ടോ, പക്ഷേ ഒന്നും അത് സെറ്റായില്ല. ഇപ്പോൾ ഒന്നിങ്ങനെ വന്നു, ആലുവക്ക് 200 റുപ്യ 11 കിലോമീറ്ററിന്. ഞാനിവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുക. ഇതാണ് പറഞ്ഞത് ക്ഷമ. ഇവിടെ ഇങ്ങനെ ഓണാക്കി ഒന്നുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അത് വേറെ സത്യം. എനിക്ക് 2-3 ദിവസത്തെ ഒരു അനുഭവം വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടുന്ന് എവിടേക്കെങ്കിലും ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നോക്കി ഇന്നത്തെ കണ്ടോ, 0 നിൽക്കണം. 000 ഒന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ആവുന്നില്ല പ്രതീക്ഷയിലാണ്. ഞാനിപ്പോൾ അങ്ങനെ എയർപോർട്ട് സീപോർട്ട് റോഡിലാണ് നിൽക്കണം. ഇവിടെ പിന്നെ കളമശ്ശേരിയുടെ HMT ഒക്കെ ആ റോഡില്ലേ, ആ റോഡിലുള്ളത്. ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം നിന്ന് നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ലൊക്കേഷനൊന്ന് മാറ്റി നിൽക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ് പരിപാടി. വന്നു കഴിഞ്ഞാൽ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ സിസ്റ്റം അങ്ങനെ തോന്നുന്നുണ്ട്. എന്തായാലും നോക്കുക. അപ്പോൾ 1-2 ചൂണ്ടലിട്ട് പോയി, അപ്പോൾ ക്ലിക്ക് ചെയ്യും, ചിലത് കിട്ടൂല. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് അടിച്ചു കിട്ടോ, കാക്കനാട്ടിലാണ് അടിച്ചത്. ഇനിയിപ്പോൾ ഇതേ ഒരു മാച്ചും കൂടി വന്ന് കിടക്കുന്നുണ്ട്, അത് കിട്ടുമോ നോക്കട്ടെ. പോയി ഇവിടെ നല്ല സർജ് കാണിക്കുന്നുണ്ട് കേട്ടോ, റെഡിലാണ് കിടക്കണം മൊത്തത്തിൽ. ഇവിടെ വണ്ടികളൊന്നും ഇല്ലയെന്ന് തോന്നണം. നമുക്ക് കിട്ടിയത് 121 രൂപ കേട്ടോ. 121 നമ്മളെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഇനിയിപ്പോൾ ഇങ്ങനെ വന്നോളും. ഇനിയിപ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് കുറേ ട്രിപ്പ് ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ എടുത്തിട്ടോ. ഇപ്പോൾ സമയം നോക്കിയേ, 1:58. കുറേ ട്രിപ്പ് എടുത്തിട്ടില്ല, ഒരു 4-5 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. ഇത്രയാണ് നോക്കട്ടെ കേട്ടോ. 7 ട്രിപ്പ് എടുത്തു. ഒക്കെ 100, 150, 110 ഓട്ടോറിക്ഷ ചാർജിൻ്റെ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ചെറിയ കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. പിന്നെ ഏകദേശം നമുക്ക് കിലോമീറ്റർ റേറ്റ് ഒക്കെ കിട്ടും കേട്ടോ, തൊട്ടടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിലേ. ഇപ്പം ഞാനത് നോക്കി തൃപ്പൂണിത്തറയിൽ നിന്ന് ഇങ്ങനെ തിരിച്ച് വരണം. നല്ല പെരുംജാതി ബ്ലോക്കാണ് ഇവിടെ. ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്കിനെ ഒന്നൊന്നും ഒഴിവാക്കുക എന്നുള്ളത് നടക്കൂല. ഇപ്പം ഞാൻ പോയത് ഏകദേശം 11 കിലോമീറ്റർ 40 സംതിങ് മിനിറ്റാണ്. ഓക്കെ, അങ്ങനെ ഒറ്റക്കാകുമ്പോൾ നമ്മളിങ്ങനെ നല്ല അടിപൊളി ഹിന്ദി പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ പോവും. അങ്ങനെയൊക്കെയാണ് കഥ. ബ്ലോക്കിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇനി ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. എന്തായാലും ഓണാണ്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് എന്തായുള്ളൂ ട്രിപ്പ് എടുക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വന്നാൽ ഹോട്ടലിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വണ്ടി എടുക്കുകയും ചെയ്യും. ഇപ്പം ഇന്ന് അടിപൊളി നല്ല കാലാവസ്ഥ കേട്ടോ. ഉച്ചക്ക് വേണ്ടോ, ആകാശമൊക്കെ തെളിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. സെറ്റപ്പാണ് കണ്ടോ. ഒന്ന് CNG അടിച്ചത് കഴിഞ്ഞു, 4 കട്ടയും കൂടി ഉള്ളു. ഇനി 100 കിലോമീറ്റർ ഓടി.
അപ്പോൾ എന്തായാലും ഇന്ന് ഫുള്ളാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു 8-9 മണി വരെ ഓടണം എന്നുണ്ടെങ്കിൽ വീണ്ടും CNG അടിക്കേണ്ടി വരും. അതിനാണ് സാധ്യത. ഇതേപോലെ ഇങ്ങനെ പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കണം, അതാണ് പ്രശ്നം. എന്തായാലും നോക്കട്ടെ, ഒന്ന് കഴിക്കാൻ പറ്റുമോ കേട്ടോ. നല്ല ബ്ലോക്കാണ്, പെരുംജാതി ബ്ലോക്കാണ് ഇപ്പുറത്തേക്ക് കേട്ടോ. വിശക്കണമുണ്ട് നല്ല. അപ്പോൾ അതേ നമ്മൾ ആ ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ഇതുവരെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വിശപ്പിൻ്റെ ഊക്കൊണ്ടാണ് പോകണമല്ലോ, അതുകൊണ്ട് എവിടെയൊക്കെ സൈഡാക്കിയിട്ടേ. പിന്നെ വേറെ രസം ഉണ്ടായിട്ടോ, ഞാൻ വരുന്ന സമയത്തേ ഒരു RTO പിന്നെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഫോണും പിടിച്ചിട്ട്. അഥവാ അപ്പോൾ പോലീസുകാരുണ്ടല്ലോ അവിടെ ബൈക്ക് വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടി, അത് ഇവരും തുടങ്ങിക്കണുണ്ട്. അഥവാ വണ്ടി കൊണ്ട് ഇല്ലാതെ ഓരോരുത്തർ ഓരോ സ്റ്റോപ്പിൽ നിർത്തിയിട്ട്, ഇപ്പം ഞാൻ വണ്ടി നിയമപരമായിട്ട് തന്നെയാണ് ഓടിച്ചിട്ടുള്ളത്. കാരണം എൻ്റെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂളിംഗ് ഫിലിം ചെറിയൊരു ലെവലിൽ ഒട്ടിച്ചിരിക്കണം, അത് ഗവൺമെൻറ് പറയുന്ന പോലെ തന്നെയാണ് ഏറെക്കുറെയൊക്കെ കണ്ടോ. അതാണ് കൂളിംഗ് ഫിലിം. ഇപ്പം നിങ്ങൾക്ക് കാണുമല്ലേന്ന് അറിയില്ല, പുറത്തേക്ക് നല്ല കാണുന്നുണ്ട്. പക്ഷെ ചെറിയൊരു ഇതാണ് ഒറിജിനൽ ഫ്രണ്ട് ഗ്ലാസ്, ഇത് സൈഡ് ഗ്ലാസ് കണ്ടോ. ഇങ്ങനെ ഇത് കൂളിങ്ങും ഇത് കൂളിംഗ് ഇല്ലാതെയും, അത്രേ ഉള്ളൂ. അഥവാ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ളിക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ, നമ്മൾ ഈ 100-ഉം 110-നും ഓട്ടോറിക്ഷയുടെ പൈസക്ക് ആളെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ 1000-1500. അതിന് CNG പോകണം, നമ്മളെ ചിലവും കഴിഞ്ഞിട്ട് അതിന്നും കൈയിട്ട് വാരണ ചില വൃത്തികെട്ട വർഗ്ഗങ്ങൾ. അങ്ങനെ തന്നെ വേണേ, വൃത്തികെട്ട ഈ ഉദ്യോഗസ്ഥ വർഗ്ഗങ്ങൾ എല്ലാവരും ഒന്നുമില്ല കേട്ടോ, അതിലും നല്ലവരൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. അത്രയും വൃത്തികെട്ടവന്മാരാണ് ഇവര്. ഓക്കെ, വൃത്തികെട്ടന്മാർ പറഞ്ഞാൽ ചില ആളുകളൊന്നും ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. ഇപ്പം നിങ്ങൾ നോക്കി, നല്ല കത്തുന്ന വെയിലാണ്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇപ്പോൾ കൂളിംഗ് ഒട്ടിക്കാന്ന് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. എത്രയോ ഒരു പിന്നെ അഥവാ പുറത്തുനിന്ന് ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിസിബിലിറ്റി കിട്ടുന്ന തരത്തിലുള്ള കൂളിംഗ് ഒട്ടിക്കാം എന്നുള്ളതൊരു ഹൈക്കോടതിയുടെ ഉത്തരവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ ചങ്ങായിമാർക്ക് ബാധകമല്ല. ഓലെ തൊള്ളി തോന്നിയ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മന്ത്രി ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകൾക്കും ഇവർ ഉത്തരവ് കൊടുക്കാനേ പറ്റുള്ളൂ. അത് നടപ്പിലാക്കേണ്ടത് താഴേക്കടയിൽ ഇതേപോലത്തെ ഓഫീസർമാരാണ്. അവരെന്ത് ചെയ്യും, ഓൾക്ക് ഇഷ്ടപ്പെട്ടവരെയും അതിനൊക്കെ അനുസരിച്ച് ആ ഒരു സിസ്റ്റത്തിനൊക്കെ ശരിക്കും ഇവിടെ മാറ്റം വരണം. എങ്ങനെ മാറാനാണ് ഈ ആരാൻ്റെ ഈ പാവപ്പെട്ടവരെ പോക്കറ്റിൽ പിടിച്ചു പറയും, പച്ചക്ക് പിടിച്ചു പറയും നടത്തിയിട്ട് തെമ്മാടത്തരം കാട്ടിയിട്ടാണ് ഇവരെ നടത്തും. നോക്കിയതാ വേറെ ഒരു വണ്ടി തട്ടിക്കണുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പോയത് തന്നെ. നമ്മളെ വണ്ടി ഒരു ഓട്ടോറിക്ഷ ഒരുത്തി പോയി. അത് കഴിഞ്ഞിട്ട് ഒരു പിക്കപ്പ് പോലത്തെ ഒരു പെട്ടി കെട്ടിയ വണ്ടി അതും ഒരുത്തി പോയി. ₹1 കിട്ടിയില്ല. മറ്റും പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞു, പക്ഷെ ഫോണടിച്ചിട്ട് എടുക്കണില്ല. എന്താ ചെയ്യുക, ഇതന്നെ അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ കിടുതാപ്പൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു പോയിക്കണു വണ്ടിയുടെ. എന്ത് മരാമത്താണോ വരാൻ പോണത്. ബാക്കിയെല്ലാം നമ്മൾ ഒരു പറയുന്ന പോലെ തന്നെയാണ് നടക്കണം. ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല, നമ്മൾ ആരെയും കൊന്നിട്ടൊന്നുമില്ല കേട്ടോ. കൊന്നവർക്കൊന്നും പ്രശ്നമില്ല. അത് കമൻറ്റ് കൊന്നവരൊക്കെ ജീവിക്കുന്നത് ഗോസടാ. എൻ്റെ എവിടേക്കാണ്, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. അക്സെപ്റ്റ് ചെയ്ത വിശക്കും. എന്തായാലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നോക്കട്ടെ കേട്ടോ, എത്ര പിക്കപ്പ് എത്ര ഉണ്ട് നോക്കട്ടെ. മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ്. ബൈപ്പാസ് ജംഗ്ഷൻ പിക്കപ്പ് എത്ര, 2 മിനിറ്റ് യൂട്ടൺ അടിച്ച് വരണം. എന്തായാലും അത് എടുത്തിട്ടേ എന്തായാലും തിന്നട്ടെ, നോർത്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് സമയം 5 മണിയായിട്ടോ. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് പോയി നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ അടുക്ക് വന്ന് കേട്ടോ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇനി കുറച്ചു നേരം ഇവിടെ ഇട്ട് ഇങ്ങനെ ഓടാം. മറ്റെന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ചയാണ്. ഇനിയിപ്പോൾ രാത്രി ടൗണിൽ കണ്ട് പോയി കഴിഞ്ഞാൽ കാലിൻ്റെ പരിപ്പണ്ട് വരും, കാലിൻ്റെ മുട്ടിൻ്റെ ആ സൈസ് ബ്ലോക്കേ കാരണം. ഓക്കെ, അപ്പം ഇനി എയർപോർട്ടിലിട്ട് എന്ത് ചെയ്യുക, കുറച്ച് നേരം ഇങ്ങനെ ഉരുട്ടി കളിക്കാം. ഇവിടുന്ന് ചെറിയ ചെറിയ ലോക്കൽ കിട്ടും. അഥവാ ഇവിടെ തൊട്ടടുത്ത് ഹോട്ടലിൻ്റെ ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിൻ്റെ അകത്തേക്ക്, അതേപോലെ തന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഹോട്ടലിൻ്റെ അകത്തേക്ക് ചെറിയ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ ഓട്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ റേറ്റും ഉണ്ടാവും. അത് 3-4 അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എന്താവും, മെല്ലെ മെല്ലെ സെറ്റപ്പ് ആവും. ഇത് ഞാൻ പിന്നെ പറഞ്ഞല്ലോ, ഇത് ഭയങ്കര ക്ഷമമാണ് കേട്ടോ. രാവിലെ ഇന്ന് 6 മണിക്ക് ഇറങ്ങിയതാണ് ഞാൻ, 6 മണിക്ക്. ഇപ്പോൾ സമയം 5 മണിയായി, 5 അല്ല 5:14. അപ്പോൾ പിന്നെ ആകെ എടുത്തുകിടന്നത് 9 ട്രിപ്പാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 1000 ചില്ലായിരം രൂപ ഓടിയിട്ടുള്ളൂ. അതിൽ നിന്നൊരു പിന്നെ 700-600 രൂപ CNGയും കൊടുക്കണം, നമ്മുടെ ചിലവ് അറിയണം, റൂമിൻ്റെ കാര്യങ്ങളും ഒക്കെ. ഇതൊക്കെയാണ് അവസ്ഥ. സംഭവം കാണുന്നവർക്ക് നല്ല രസമാണ്. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻഗേജ്മെന്റ് ആണ്. അഥവാ നമ്മൾ ഫുൾ ടൈം ബിസി ആയിരിക്കും. ഇതിങ്ങനെ ഓണാക്കി നോക്കി അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ബിസി ആവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എൻജോയ്മെന്റ് അഥവാ ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യണില്ലല്ലോ, അതുകൊണ്ട് കുറേ ടൈം നമുക്ക് കിട്ടും. അങ്ങനെ അതൊന്നും ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് ഇപ്പോൾ ഇതോട് വന്നപ്പോൾ ഇതാണ് അവസ്ഥ.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ 1000കണക്കിന് വണ്ടികളാണ് കൊച്ചിയിലുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ റീലുണ്ടായിരുന്നു, നീ അങ്ങോട്ട് നോക്ക്, നീ ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരുപാട് പേര് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് തോന്നുന്നു ഓടാൻ മനസ്സും പണിയെടുക്കാൻ മടിയില്ലാത്ത ആളുകൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അല്ല എന്നുണ്ടെങ്കിൽ തീർന്നു. അതേപോലെ തന്നെ വണ്ടി ഓടിപ്പോയിട്ട് വണ്ടി കംപ്ലീറ്റ് ലോൺ എടുത്തപ്പോൾ നമ്മൾ വണ്ടി സ്വന്തമായിട്ട് തന്നെ എടുത്തേക്കുള്ളൂ. നമുക്കറിയാലോ, നമ്മൾ വീഡിയോ ആവശ്യത്തിനും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടോ പോകാൻ നമുക്ക് എന്തായാലും വണ്ടി വേണം. നിലവിൽ നമ്മളൊരു വണ്ടി കയ്യിലുണ്ടായിരിക്കെയാണ് നമ്മളിതിലേക്ക് മാറിയത്. അപ്പോൾ ഇതിനായിട്ടുള്ളൊരു പർപ്പസ് മാത്രം ആണ് എന്ന് വിചാരിച്ചിട്ട് വണ്ടി ആദ്യം തന്നെ എടുക്കുക എന്നുള്ളത് പൊട്ടത്തരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ. ഞാൻ മനസ്സിലാക്കിയ, ഞാനിപ്പോൾ ഈ ഒരു 10-15 ദിവസം കൊണ്ട് പഠിച്ചൊരു പരിപാടി അതാണ്. പിന്നെ എന്നും വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ട് എനിക്ക്, പക്ഷേ നമുക്ക് അതിലൊരു ഇത് കിട്ടൂല, മൈൻഡ് കിട്ടൂല. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഉച്ചയ്ക്ക് ഞാൻ ആ നിർത്തിയതിന് ശേഷം 1-2 ട്രിപ്പ് എക്സ്ട്രാ എടുത്തു. ലിസി ഹോസ്പിറ്റലിൽ നിന്ന് ട്രിപ്പ് എടുത്തു. ഒരു അമ്മാമിയും ഒരു കുറച്ച് വയസ്സായ 1-2 ആളുകളുണ്ടായിരുന്നു, അവരെ വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ നമുക്കൊരു വീഡിയോ എടുക്കാന്നുള്ളൊരു മൈൻഡ് വരില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കാലി അടിച്ച് ഇങ്ങനെ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നത് മാത്രമേ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ എയർപോർട്ടിൽ പോയിട്ട് കുറച്ച് നേരം പോസ്റ്റായിട്ടിരിക്കുക. വണ്ടികൾ കണ്ടോ, ഈ സൈഡിൽ കൂടെ നിർത്തിയിട്ടിരിക്കണേ ഇഷ്ടംപോലെ ദേ കിടക്കണു. 2-3 അതിൻ്റെ മുമ്പിൽ കണ്ടോ ജഗ്ഗാറിലൊരു വണ്ടി, നോക്കി ടാക്സി. ഇഷ്ടംപോലെ വണ്ടികളാണ്. ഇതൊരു സൈഡ് മാത്രം. ഇനി നോക്കി ഇങ്ങോട്ട് നോക്കിക്കോ, ഇവിടെയും കിടക്കണ്ട. എത്ര ആയിരം വണ്ടികളുണ്ടാവും അറിയാം എയർപോർട്ടിൻ്റെ പരിസരത്ത്. ഇഷ്ടംപോലെ വണ്ടികളുണ്ടാവും. 1-2 100 കണക്കിന് വണ്ടികളുണ്ടാവും. ഒരു കറണ്ട് വണ്ടി അതാ പോകണം, ടാക്സി. നമ്മളിങ്ങനെ എയർപോർട്ടിൻ്റെ ഈ സൈഡിൽ കൂടെ ആയിട്ട് പോകണം. നമുക്ക് ഇതിൻ്റെ പാർക്കിങ്ങിൻ്റെ പുറകോ വശത്തേക്ക് പോകണത്. എന്താണ് എയർപോർട്ടിൻ്റെ സൈഡ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങുന്ന ആളുകൾ ഇങ്ങനെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലല്ലേ ട്രാവലറൊക്കെ വിളിച്ചങ്ങാണ്ട് ഗൾഫ് വരെ കൊണ്ടുവരാൻ പോണ ഏർപ്പാട്. അപ്പോൾ ഇവിടെ ആ പരിപാടി ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ ടാക്സിയൊക്കെയാണ് അവർ ആശ്രയിക്കാറ്. നമ്മളിങ്ങനെ ഇവിടെ നിന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്, അതുകൊണ്ട് ഇവിടെ വണ്ടിയില്ല. ഇനി കുറച്ചും കൂടി അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഒത്തിരി വണ്ടികളുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടുത്തെ വണ്ടികൾ അധികരിച്ചു എന്നതിൻ്റെ പേരിൽ ഓട്ടം കുറവുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ വണ്ടികൾ തീരല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലാഭം ഒന്നും ഇല്ലേനു. കാരണം ഇത്രയും ആളുകളില്ല ഇവിടെ. കൊച്ചി എന്ന് പറഞ്ഞപ്പോൾ കൊച്ചി പോപ്പുലേഷൻ മാത്രമല്ലല്ലോ, പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകളാണല്ലോ കൊച്ചിയിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ എല്ലാവർക്കും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നോക്കിയേ കണ്ടു, ഈ നിൽക്കുന്ന കംപ്ലീറ്റ് വണ്ടികളാട്ടോ. ഈ സൈഡിൽ കൂടെ നിൽക്കുന്ന എത്രമോനും വണ്ടി ഉണ്ടെന്നറിയോ. ഊബർ വണ്ടികൾ ഇഷ്ടം പോലെ, ടാക്സി വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. ആ മുമ്പിൽ നിൽക്കണ വരിക്ക് നിൽക്കണ ഒക്കെ വണ്ടികളാണ്. അതിൽ അപൂർവം ചില വണ്ടികൾ മാത്രമേ പ്രൈവറ്റ് വണ്ടികളുള്ളൂ, ബാക്കി എല്ലാം ടാക്സിയാണ്. അതാണ് അവസ്ഥ. ദേ ഇങ്ങോട്ട് നോക്കേ, നീ അങ്ങോട്ട് നോക്ക് കണ്ടോ. സംഭവം ഗൾഫ് പോകാനാണെങ്കിലും അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ എൻട്രൻസ്, അങ്ങനെ കാണുമ്പോൾ ഒരു ഉള്ളിലേക്കൊരു പൊലിവാണ്. കൊച്ചി തന്നെ മര്യാദക്ക് വണ്ടിയുണ്ട്. വീണ്ടും റെഡ് ടാക്സിയും കൂടും. തമിഴ്നാട് വീട്ടിൽ വന്നാൽ തോന്നുന്നുണ്ട്. അപ്പോൾ അതേ ഗായ്സ്, ഞാൻ എത്ര മണിക്കാണ്, 5 മണി കഴിഞ്ഞിട്ടല്ലേ എയർപോർട്ടിൽ പോയി. ഇപ്പോഴത്തെ സമയം 8:44, 8:45 സമയം കേട്ടോ. ഇപ്പോഴാണ് എയർപോർട്ടിൽ നിന്ന് എനിക്ക് ഒരു ട്രിപ്പ് കിട്ടുന്നത്. 5:30, 6:30, 7:30, 8:30, ഏറെക്കുറെ 3 മണിക്കൂർ അവിടെ പോയി പോസ്റ്റ് ആയതിന് ശേഷമാണ് 400 രൂപയുടെ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പോൾ അതെ, ഇനിയിപ്പോൾ 8:45. ഇനി കൂടുതൽ അങ്ങനെ കറങ്ങി നടക്കുന്നില്ല, വയ്യ, ചടച്ചു. രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാണ്. 6 മണിക്ക് ഇറങ്ങി 6 മണിക്ക് എഴുന്നേറ്റിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിരാവിലെ ഇറങ്ങിയതാട്ടോ. 10-14 മണിക്കൂറിന് മുകളിലായി ഇതേ പരിപാടി തന്നെ. വണ്ടി ഇങ്ങനെ ഓടുക. അതിൽ ഭക്ഷണം കഴിക്കാനും നിസ്കരിക്കാനൊക്കെ ഉള്ള ഗ്യാപ്പ് മാത്രം ഒഴിച്ചാൽ ബാക്കി ഫുൾ ടൈം ജോബ് തന്നെ. പണിയെടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അങ്ങനെയാണ്. ഇവിടെ നോക്കി ആരും നിർത്തി തരുന്നില്ല. അവനാനും വേണമെന്നുണ്ടെങ്കിൽ നിർത്തുക, അവനാൻ്റെ തടി വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതെ, ഇന്ന് ചെറിയ ലെങ്ത്ത് കുറഞ്ഞൊരു വീഡിയോ കേട്ടോ. ഞാനിനി എന്നും ശ്രമിക്കാം വീഡിയോ എടുക്കാനേ. ഓക്കെ, ഞാൻ കുറച്ച് മുമ്പ് നേരത്തെ എയർപോർട്ടിൽ പോകുമ്പോൾ CNG ഒക്കെ ഫുള്ളാക്കിയതാണ്. ഇപ്പോൾ നമുക്ക് 2 ഘട്ടം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ സൺഡേ ആണ്. നാളെ അത്യാവശ്യം തിരക്കില്ല ഏരിയയാണ്. ഇപ്പോൾ ഇന്ന് ടൗണിൽ പോയാൽ ഓടുകയൊക്കെ ചെയ്യാം, ഒരു 10 മണി വരെ ഓടാം. പക്ഷേ ശനിയാഴ്ച ആയതുകൊണ്ടേ വൻകിട ബ്ലോക്കായിരിക്കും, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ, ഇനി തെറിയാണെങ്കിലും ശരി, കമൻറ്റ് ചെയ്യുക.
അതേപോലെ തന്നെ ഇനി ഈ വീഡിയോ വേണോ വേണ്ടെന്ന് കൂടി പറയണ്ട. നമ്മളൊരു പാറ്റേൺ ചേഞ്ച് ആയതാണ്. നമ്മൾ ഒരുപാട് നല്ല നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള വീഡിയോസ്, നല്ല അടിപൊളി കണ്ടന്റ് ഒക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, അതിലേക്ക് നമുക്ക് പോകാൻ സമയം കിട്ടാറില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും കേട്ടോ, വേറെ വിഷയം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യും, കമന്റ് ബോക്സിൽ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്ത് കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഓരോ സംഭവങ്ങളും അതേപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, മിനിഞ്ഞാന്ന് ഫിലിം ഫീൽഡിൽ ഒരാൾ വന്നിട്ട് എൻ്റെ വണ്ടി കയറിയിട്ടോ. അപ്പോൾ ക്യാമറയുടെ മുമ്പിൽ വരുന്ന ആളല്ല, ബിഹൈൻഡ് ദ ക്യാമറയുടെ ആളാണ്. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പല പല ആളുകളും നമ്മുടെ വണ്ടിയിൽ വന്ന് കയറാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ക്യാമറയുടെ മുമ്പിൽ അവരുടെ സമ്മതം ചോദിച്ചിട്ട് തന്നെ കൊണ്ടുവരും ചെയ്യും. അപ്പോൾ സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഏകദേശം 10-14 മണിക്കൂറിലധികം ഒരേ ഡ്രൈവിംഗ് ചെയ്യുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സോ വീണ്ടും പറയാവുന്ന എല്ലാവർക്കും ഹാവ് എ ഗുഡ് നൈറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.